ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും സാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും നല്ലവരായ ദേശനിവാസികൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. പ്രിയരെ, ഇവിടെ ചുറ്റുപാടിലൊക്കെ ആയിരിക്കുന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിഷയത്തിൻ്റെ ബന്ധത്തിലായിരിക്കാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ലോകം വിട്ട് നാം ഒരു ദിവസം മറ്റൊരു ലോകത്തിലേക്ക് പോകുവാനുള്ളവരാണ് എന്നുള്ള കാഴ്ചപ്പാട് നിശ്ചയമായി നമ്മെ ധരിക്കുന്നു എന്നോ ഞാൻ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതോ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക്, മറ്റൊരു കൂട്ടായ്മയിലേക്ക്, മറ്റൊരു മാർഗത്തിലേക്കോ ജനത്തെ നയിക്കുവാനല്ല. പിന്നെയോ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനം, ഈ സന്തോഷം, ഈ നന്മകൾ നല്ലവരായ ദേശനിവാസികളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ഒരു ഭയാനകമായ അവസ്ഥയിലേക്കോ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. നാളെ എന്ത് സംഭവിക്കുന്നു എന്നോ അറിയുവാൻ കഴിയാത്ത നിലയിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളൊക്കെ അവിടെ ഇവിടെയായി നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഇസ്രായേൽ ഗാസ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, മുൻകാലങ്ങളിൽ നടന്നു കഴിഞ്ഞ യുദ്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകം അടിവരയിട്ട് പറയും. കാരണം ലോകത്തിൻ്റെ അന്ത്യം വിളിച്ചറിയിക്കുന്ന യുദ്ധങ്ങളാണ്. ആദ്യാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യമിത്രങ്ങൾ, നല്ലവരായ ദേശനിവാസികൾ, നാം ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞാൽ നാം എത്തേണ്ട സ്ഥലം എവിടെയാണെന്നോ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഞങ്ങൾ ഒരു സമയത്തോ ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തവരായി ലോകത്തിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. ഞങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടോ? ഞങ്ങൾ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലം എവിടെയാകുന്നു എന്നോ ഞങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു നിശ്ചയത്തോടുകൂടെയാകുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ ഭാരതീപുരം പ്രദേശത്തും ദേശത്തിൻ്റെ പല ഭാഗത്ത് കടന്നുപോയി ഈ രക്ഷകരെ ഞങ്ങൾ ഉയർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഭരിക്കുന്ന ഒരു ശക്തി, അതിൻ്റെ പേരോ പാപമെന്നാണ്. പാപത്താൽ പിടിക്കപ്പെട്ട ഈ പ്രപഞ്ചം, ഈ ഭൂമി ഭയാനകരമായ ഒരു നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാനവകുലത്തിൻ്റെ, നരകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജനിച്ചു. ഈ ഭൂമിയിൽ യേശുക്രിസ്തു ജനിച്ചു എന്നും യേശുക്രിസ്തു മാനവരാശിയുടെ
സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നും അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം പ്രാപിച്ചു എന്നോ ദൈവത്തിന്റെ വചനം സത്യവേദ പുസ്തകം വിളിച്ചു പറയും. നല്ലവരായ ദേശനിവാസികൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെയും മരണത്തെയും ഉയർപ്പിനെയൊക്കെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷെ യേശുക്രിസ്തു ജനിച്ചിട്ടില്ല, യേശു മരിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഇവിടെ സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കുവാൻ വേണ്ടി ഒരു വിഷയം ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യന്റെ ജനനത്തീയതി യേശുക്രിസ്തുവിന്റെ ജനനത്തീയതിയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തിൽ മറ്റു സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തീയതിയുമായിട്ടാണ് നമ്മുടെ ജനനത്തീയതി അവിടെ ചേർത്തിരിക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ കലണ്ടർ നോക്കിയാൽ കലണ്ടറും യേശുക്രിസ്തുവിന്റെ ജനനത്തീയതിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കൈവശമിരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കിയാൽ ആ മൊബൈൽ ഫോണിലും യേശുക്രിസ്തുവിന്റെ ജനനം തീയതിയുമായിട്ടാണോ അവിടെ ഗവൺമെന്റോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും യേശുക്രിസ്തു ജനിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചതോ, യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചതോ, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റതോ, യേശുക്രിസ്തു എന്തുകൊണ്ട് മടങ്ങി വരുന്നു എന്നോ ദൈവത്തിന്റെ വചനം അടിവരയിട്ട് നമ്മോട് വെളിപ്പെടുത്തുക. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നോക്കിയാൽ മനുഷ്യൻ പല വിഷയത്തിന്റെ മധ്യത്തിൽ നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കടകളിൽ ചില പരസ്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ, ഒന്നെടുത്താൽ മറ്റൊന്ന്. തുണിയായിരിക്കാം, ചെരുപ്പായിരിക്കാം, മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. ചില സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കട കാലിയാക്കൽ. ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ, സൗജന്യമാണ്. അവിടെയൊക്കെ വലിയ തിക്കും തിരക്കും കാണുവാൻ കഴിയും. ചോദ്യം ചോദിക്കട്ടെ, നല്ലവരായ ദേശനിവാസികളെ, ഒന്നെടുത്താൽ മറ്റൊന്നോ സൗജന്യമാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ, എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ഒരു ശവപ്പെട്ടിക്കടയുടെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, ഒരു പെട്ടി എടുത്താൽ മറ്റൊരു പെട്ടി ഫ്രീ ആയിട്ടില്ല. എൻ്റെ പൊന്നുദ്ദേശി, ഒന്നെടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ മറ്റൊന്നിൻ്റെ കാര്യം പറയണോ? പകുതി വിലയ്ക്ക് കട കാലിയാക്കാൻ. എത്ര ബോർഡ് വെച്ചാലും, ശവപ്പെട്ടിക്കടയുടെ മുൻപിൽ എത്ര ബോർഡ് വെച്ചാലും, ഇനി പൈസ ഒന്നും വേണ്ട, സൗജന്യമായി തരാമെന്ന് പറഞ്ഞാലും അവിടേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാറില്ല. കാരണം എന്താണ്? മരണം ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. എന്നാൽ സത്യവേദപുസ്തകം പറയുന്നു, നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഒരു ദിവസം മരിച്ചു പോയേ മതിയാകും. ക്രൈസ്തവ ഗോളത്തിൽ അറിയപ്പെട്ട ഒരു ദൈവദാസനുണ്ടായിരുന്നു. താൻ പഴയ കാലത്തെ നാടകഗാനത്തിൻ്റെ ടൂണിൽ ഒരു ക്രിസ്തീയ ഗാനം പല സദസ്സിൽ വേദികളിലൊക്കെ ആലപിക്കാറുണ്ടായി. ഞങ്ങളെ കേൾക്കുന്ന ഭാരതീപുരം ദേശനിവാസികളെ, മാന്യമിത്രങ്ങളെ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഇതിനോട് മാത്രം ആർക്കും താല്പര്യം വരുന്നില്ലല്ലോ. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഒരു ദിവസം നാം ഈ ലോകം വിട്ടു പോകണം. ഞങ്ങൾ ആ വരി ഇവിടെ ഒന്ന് പാടുവാൻ താല്പര്യപ്പെടുക. എല്ലാരും പോകണം,
എല്ലാരും പോകണം, എല്ലാരും പോകണം, എല്ലാരും പോകണം. മണ്ണാകും മായ വിട്ടു വെറും മണ്ണാകും, അയ്യോ മണ്ണാകും മായ വിട്ടു. എല്ലാരും പോകണം, എല്ലാരും പോകണം, എല്ലാരും പോകണം, എല്ലാരും പോകണം. മണ്ണാകും മായ വിട്ടു വെറും മണ്ണാകും, അയ്യോ മണ്ണാകും മായ വിട്ടു. നാമൊന്നു ചിന്തിക്കുന്ന പുരിയുടെ തീയാണു കാണുന്നത്, വെറും തീയാണു കാണുന്നത്. നാമൊന്നു ചിന്തിക്കുന്ന പുരിയുടെ തീയാണു കാണുന്നത്, വെറും തീയാണു കാണുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം, എല്ലാരും പോകണം, എല്ലാരും പോകണം. മണ്ണാകും മായ വിട്ടു വെറും മണ്ണാകും, അയ്യോ മണ്ണാകും മായ വിട്ടു. എല്ലാവരും പോകണം. ഭാരതീപുരം ദേശനിവാസികളെ, നല്ലവരായ മാതാപിതാക്കളെ, എല്ലാവരും പോകണം. എല്ലാവരും പോയേ മതിയാകൂ. നാം ഒന്ന് ചിന്തിക്കിൽ, നാശപുരിയുടെ തീയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും, ഇസ്രായേലായാലും പലസ്തീനിലായാലും റഷ്യയിലായാലും യുക്രൈനിലായാലും ഇന്ത്യയിലായാലും എവിടെ നോക്കിയാലും ആ നാശത്തിന്റെ തീയാണ് കാണുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞങ്ങൾ മരിച്ചാൽ, ഞങ്ങൾ ഈ ലോകം വിട്ടുപോയാൽ ഞങ്ങൾ എവിടെയാണ് എത്തിച്ചേരുന്നെന്ന് ഒരു നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ആ അനുഭവത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയാകുന്നു ഈ പ്രദേശത്ത് ഈ സമയം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിനു സ്തോത്രം. എന്നാൽ ഈ സത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ എത്രയോ കോടാനുകോടി മനുഷ്യരെ ഞാനൊരു കഥ ഈ സമയത്ത് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു പ്രഭു മുഖേന ഒരു ബാല്യക്കാരന്റെ കൈവശം ഒരു കത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു മറ്റു രാജ്യത്തിലേക്ക് വിടുമായിരുന്നു. ഒരു ദിവസം ഒരു ബാല്യക്കാരൻ ഈ കത്തുമായിട്ട് കടന്നു പോകുമ്പോൾ വഴിയാത്രയിൽ വെച്ചോ തനിക്കൊരു ചിന്ത, ഇതുപോലെ നിങ്ങളുടെ ദേശത്തു നിന്നും എത്രയോ വ്യക്തികൾ കത്തുമായി കടന്നുപോയി, അവരാരും മടങ്ങി വന്നിട്ടില്ലല്ലോ, കടന്നു വന്നിട്ടില്ലല്ലോ. ആ ഒരു ചിന്തയോടുകൂടെ ഈ കത്ത് തുറന്നു നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന വാചകം എങ്ങനെയാകുന്നു? ഈ കത്തുമായി വരുന്ന ഈ വ്യക്തിയെ കൊന്നുകളയുക. എന്നാൽ വഴിമധ്യത്തിൽ വെച്ച് ആ വ്യക്തി ആ കത്ത് നശിപ്പിച്ചിട്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. വേദപുസ്തകം, സത്യവേദപുസ്തകം വിളിച്ചു പറയുന്നു, വേദപുസ്തകത്തിൽ 2 ഭാഗങ്ങളുണ്ട്, പഴയ നിയമം എന്നും പുതിയ നിയമം എന്നും. പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു, ഘോര രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നാണ് മരണം. പ്രിയപ്പെട്ടവരെ, മരണം ഘോര രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നാകുന്നു. എങ്ങനെയാണ് മരണം മാനവരാശിയിലേക്ക് വന്നത്? വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഏകന്റെ അനുസരണക്കേടിനാൽ ആദം പാപം ചെയ്തപ്പോൾ തന്റെ പാപപ്രവർത്തികൾ ക്രിയ മൂലം സകല മാനവരാശികളും പാപികളായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഘോര രാജാവ്? പാപം ചെയ്യുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയാണ് ഈ ഘോര രാജാവ്. ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ,
നമ്മുടെ ആയുസ്സിൽ നമ്മെ ഭരിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് ഈ ഘോര രാജാവാണോ? അങ്ങനെയാണെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആ വഴിക്ക് പോകുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ അന്ത്യം നിത്യമായ തീപ്പിടിയിൽ, നിത്യമായ നരകത്തിലായിരിക്കും. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഇവന്റെ കരാളഹസ്തത്തിൽ നിന്നും മാനവരാശിയെ വിടുവിക്കുന്ന മറ്റൊരു രാജാവുണ്ട്. അത് യഹൂദന്മാരുടെ രാജാവായി ഈ ഭൂമിയിൽ പിറന്നു വീണ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്നു. യേശുക്രിസ്തുവാകുന്നു. നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യപുത്രമേ, എന്നെ ഭരിക്കുന്നത് ആരാകുന്നു? ഈ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചാകുന്നുവോ? അങ്ങനെയെങ്കിൽ നമ്മെ ഒന്ന് സ്വയം പരിശോധന ചെയ്തോ. ദൈവമേ, ഈ സമയത്തോ അവന്റെ കയ്യിൽ നിന്നും ഒരു വിടുതൽ, ഒരു മോചനം ഞാൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളെ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രക്ഷകനാകുന്ന ഈ രാജാതി രാജാവായ യേശുക്രിസ്തുവിനോ ഹൃദയം തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും പ്രിയപ്പെട്ടവരെ, ആ ജീവിതങ്ങളെ സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കുവാൻ, രക്ഷിക്കുവാൻ, സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ആ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ എല്ലാ ജീവിതങ്ങളെയും ഈ സമയം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാകുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടച്ച് നമ്മുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും മാനവരാശിയുടെ സകല പ്രശ്നങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് ഇന്നോ ഈ സമയം അവിടുത്തെ നാമത്തിൽ സൗഖ്യം നൽകുവാൻ ഡോക്ടർമാർ, വൈദ്യന്മാർ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു പോകുന്ന സ്ഥാനത്ത് നല്ലവരാ ദേശനിവാസികളെ സൗഖ്യം നൽകുവാൻ ഒരുവൻ ഈ സമയം ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ? അവിടുത്തെ നാമത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ നിശ്ചയമായും അവർക്ക് അനുഗ്രഹമുണ്ടോ, നന്മയുണ്ടോ? ഘോര രാജാവിനെ വിടുതൽ പ്രാപിച്ചുകൊണ്ടോ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ, സ്വർഗരാജ്യത്തിന് ഒരുക്കപ്പെടുവാൻ നല്ലവരാ ദേശനിവാസികളെ ഞങ്ങൾ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടോ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.